ഹലോ സർ, നൈസ് ടു മീറ്റ് യു. ഒരുപാട് നാളുകളുടെ ശേഷം കണ്ടുമുട്ടുകയാണ്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഏപ്രിൽ 5 നമ്മുടെ സിനിമ ബദൽ റിലീസാണ്. ആസ് എ ഡയറക്ടർ സാറിന് എന്താ പറയുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു മൂമെൻറ്റ്, അത് ഗായത്രിയായിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ഈ മൂമെൻറ്റ് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു മൂമെൻറ്റാണ്. പിന്നെ തന്നെയുമല്ല, സന്തോഷിക്കുക എന്നുള്ളതല്ലോ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറ്റെടുത്തൊരു ദൗത്യം. അത് നമ്മൾ വളരെ വിജയകരമായ രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മുടേതായ രീതിയിൽ നമ്മളത് വിജയകരമായ രീതിയിൽ പൂർത്തീകരിച്ച് ഇരിക്കുന്ന ഒരു നിമിഷമാണ്. ആ ഇരിക്കുന്ന നിമിഷത്തിൽ എന്നെ ഇപ്പം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നൊരു മൊമെൻ്റാണെന്ന് പറയാൻ കാരണം, എനിക്ക് നമ്മുടെ ബദൽ അല്ലേ, എൻ്റെ എന്നതിനേക്കാൾ കൂടുതൽ ഗായത്രിയുടെ ബദലാണ്. ഗായത്രിയുടെ ബദലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് എനിക്കതിൽ നമ്മൾ തമ്മിൽ പോയ ആ യാത്ര അവിശ്വസനീയമായൊരു യാത്രയായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനൊരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ സന്തോഷിക്കുന്നു. താങ്ക് യു സർ. തിരിച്ചൊരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യത്തിൻ്റെ രീതിയിലല്ല കേട്ടോ, അങ്ങനെയല്ല. ഇതിനകത്തിപ്പോൾ എന്താണ് ഗായത്രി യഥാർത്ഥത്തിൽ ആ ബദലിൽ അങ്ങനെ ഒരു അത്രമാത്രം ഇൻവോൾവ് ചെയ്ത് അങ്ങനെ നിന്നെന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണ് അതിനോട് അത്രയും സമയമെടുത്തിട്ട്, അല്ലെങ്കിൽ അത്രയധികം എന്താ പറയുക, സാക്രിഫൈസ് ചെയ്ത്, ഒരുപാട് സ്ട്രെയിൻഫുള്ളായിരുന്നു. ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതിനിടയ്ക്ക് കുറേ ബഹളം ഉണ്ടാകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഒരു പോക്ക്, കാര്യങ്ങൾ, ഇത്ര ലൊക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇത് വന്നത്. അതെങ്ങനെയാണ് അതങ്ങനെ ഒരു നിന്നേന്നുള്ളതാണ് അങ്ങനെ ഒരു മൈൻഡ്. സർ, ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യണം. സാറിൻ്റെ ഒരു വിഷൻ, സാർ അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി എനിക്ക് മനസ്സിലായി. ഏകദേശം എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എന്നെ ഒരുപാട് ചാലഞ്ച് ചെയ്ത്, ഇത് വെറുതെ പറയല്ല, ഒരുപാട് ചാലഞ്ച് ചെയ്ത് സൈക്കോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്നെ ഒരുപാട് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എവിടെയോ പിന്നെ തുടങ്ങിയ ഒരു കാര്യം വഴിയിൽ വെച്ച് ഇട്ടെറിഞ്ഞ് പോവാൻ എനിക്ക് താല്പര്യം ഇഷ്ടമല്ല. സോ എന്തുകൊണ്ട് ഇത് നിർത്തണം, ഇത് മുന്നോട്ട് പോണവരെ പോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു സാർ എനിക്കുള്ളത്. അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഇപ്പോൾ എന്നെ എങ്ങനെയാണ് അതിനകത്ത് ശരിക്കും, എനിക്ക് ചില സമയത്ത് ഞാൻ നിന്നോട് ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ നിന്നെ വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി, എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇങ്ങനെ ഒരു ആക്ട്രസിന് വെച്ച് ഇങ്ങനൊരു വർക്ക് വന്നിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വോയിസ്, ഇപ്പോൾ നമ്മൾ ആക്ഷൻ പറഞ്ഞ് എല്ലാം സെറ്റിൽ എല്ലാ കാര്യങ്ങളും ഇരിക്കുമ്പോഴും എൻ്റെ വോയിസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗായത്രി ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു ഇതെന്തായിരുന്നുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു എങ്ങനെ? സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഉണ്ടായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂപ്പർഫിഷ്യൽ ആക്ടിങ് അല്ലാതെ, സാർ എപ്പോഴും പറയാറില്ലേ ഉള്ളിൽ നിന്ന് വരട്ടെ ഗായത്രി, ഉള്ളിൽ നിന്ന് വരട്ടെ, ഉള്ളിൽ നിന്ന്. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്നാണെന്ന് എനിക്ക് തോന്നണേ. അതായത് ഓക്കെ, എനിക്ക് ഇത്രയും ഡെപ്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സാർ എനിക്ക് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഗായത്രി ആദ്യം വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റില് ഇടുക്കിയിലാണ് നമ്മൾ രാജാക്കാട് ഗായത്രി വന്നിറങ്ങുന്നു. അപ്പോൾ അന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് നടക്കില്ല എന്നല്ല, പണിയാവും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീ ആ രീതിയിലാണ് വന്നിറങ്ങുന്നത് ഫസ്റ്റ് ടൈം വന്നിറങ്ങുമ്പോൾ. അപ്പോൾ വന്നിറങ്ങി പിറ്റേ ദിവസം നമ്മൾ ഫ്രെയിമെല്ലാം വെച്ച് ഫസ്റ്റിലെ തന്നെ ഞാൻ വരുന്ന ഷോട്ട് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ആ വനത്തിൻ്റെ ഉള്ളിലൂടെ നീ ഓടി വരുന്ന അതാണ് ഫസ്റ്റിൽ എടുക്കുന്നത്. അത് ശരിക്കും എൻ്റെ ഫസ്റ്റ് തരത്തിലുള്ള എൻ്റെ ഒരു ആക്ടിങ് ബേസ് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഒരു ആക്ട്രസിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ആ മൊമെൻ്റാണ് ഞാൻ ആദ്യം എടുത്തത്. ആ ഓടി നീ വരുന്ന സാധനത്തിലുള്ള നിൻ്റെ ഇമ്പ്രൂവൈസേഷൻ, ആ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ആളെ വെച്ച് എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ പറയും കാണപ്പടം പഠിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, ഇതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ, അത്തരം സാധനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയിരുന്നു ഫസ്റ്റിൽ തന്നെ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, ഇപ്പോൾ ശ്വേതാജി ആണെങ്കിൽ വളരെ അക്കാദമിക്കലാണ്, നമ്മൾ എന്ത് പറയുന്നു അത് ചെയ്യുന്നു, കട്ട് കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെയല്ല, ആ രീതിയിലൊരു പ്രൊഫഷണലാണ്. കട്ട് പറയുമ്പോൾ ആളപ്പോൾ തന്നെ കഴിഞ്ഞു, ആ ചെയ്യാനുള്ള കാര്യം ചെയ്ത് ഉള്ളൊരു രീതിയിലാണ്. പക്ഷേ ഗായത്രി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമ്പ്രവൈസേഷനിലൂടെ കട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ പോകുമായിരുന്നു.
അപ്പോൾ അത് എനിക്ക് മനസ്സിലായി സൈന വഹാബ് മുഹമ്മദായിട്ട് എന്നിലൂടെ തന്നെ ഇയാളെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെയാണ് ഞാൻ പിടിക്കാൻ തുടങ്ങിയത് ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് നിന്നെ പിടിച്ച് എനിക്ക് ഉള്ള ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ഡയറക്ഷനെ കുറിച്ച് അതാ സർ പറഞ്ഞ ഈ അക്കാഡമിക്കലല്ലാതെ മൊമെന്ററി ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പതുക്കെ വികസിച്ചു വരുന്ന ഒരു ഡയറക്ഷനാണ് സാറുടെ എന്ന് എനിക്ക് തോന്നുന്നത്. പ്ലാൻ ഉണ്ട്, ഓക്കെ ദിസ് ഇസ് മൈ വിഷൻ എന്നുള്ളത് ഉള്ളിലുണ്ട്, എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ അത് ചെയ്ത് രസമായിട്ട് കേട്ടു. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഗായത്രിയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ തമ്മിൽ വേറൊരു ഈ വലിയ സാമ്പത്തിക ഉപാധികളെക്കാളൊക്കെ അപ്പുറത്താണ് ഗായത്രി അതിനകത്ത് എനിക്ക് തോന്നുന്നു എന്നെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? പലതരത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു മനസ്സ് തന്ന് ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കാൻ ഒരു കാരണം അതിൻ്റെ വിഷയപരമാണോ അതോ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എന്നോടുള്ളൊരു ഇതായിരുന്നു എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ തിരിച്ചറിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു അതോ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കി നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. സാറായിട്ടുള്ള കെമിസ്ട്രി അതിന് വലിയൊരു ഇത് ചെയ്ത് നമ്മൾ തമ്മിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ തല്ലുകൂടി ഇഷ്ടംപോലെ ഇടി ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഓർക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റുകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ലേബിൾ കൂടാതെ എനിക്ക് എന്തും ഞാൻ സാറിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ട് വേറെ ആരോടും. അപ്പൊ ഞാൻ പറയുന്ന ആ ലേബിളുകളൊക്കെ മാറ്റി വെച്ച് രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ ഏറ്റവും മേക്ക് ചെയ്തതിൽ നിന്നെ വെച്ച് വർക്ക് ചെയ്തതിൽ നിനക്ക് തോന്നിയിട്ടുള്ള നിനക്ക് ഏറ്റവും ചെയ്തപ്പോൾ ഏറ്റവും ഇത് തോന്നിയിട്ടുള്ളൊരു ഇതായിരുന്നു അത് ശ്വേത ചേച്ചി മരിച്ച് എന്താ പറയാ ഇരിക്കണ സമയത്ത്. അപ്പൊ ഞാൻ കരഞ്ഞത് ഞാൻ കുറച്ചുകൂടി അതില് എനിക്ക് വലിയൊരു ഇതെന്താന്ന് വെച്ചാൽ ആള് മരിച്ചിരിക്കുന്ന സമയത്ത് നിന്നോട് ഞാൻ കരയാൻ ആവശ്യപ്പെട്ട് വരുമ്പോൾ നിങ്ങളത് നിർത്തിന്ന് പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം നിർത്തിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ നമ്മുടെ എന്താ പറയാ മൂക്കളൊക്കെ ഒഴുകുന്ന ഒരു രീതിയിലേക്ക് നീ നിന്നെ തന്നെ മറന്ന് വേറൊരു സാധനം ചെയ്യുന്ന സമയമുണ്ടായി. അത് എനിക്ക് ഭയങ്കര വേറൊരു പാഠമായിരുന്നു. അതെനിക്ക് നല്ല ഔട്ട്പുട്ടും അവിടെ നിൽക്കണവരുടെ അടുത്ത് നിന്ന് കിട്ടി. എനിക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കും സന്തോഷമായി. എനിക്കൊരു സ്കൂളാണ് ബദല്, എനിക്ക് ഏറ്റവും വലിയ സ്കൂളാണ്. നമ്മൾ രണ്ടുപേരും ചേർന്ന സ്കൂളാണോ ബദല്? അത് പഠിച്ചു, ഞാനും പഠിച്ചു എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് പോയി. അതുപോലെ തന്നെ ഈ അതിനുശേഷം ഈ ഓരോ ഷെഡ്യൂളിൽ കഴിഞ്ഞ് പോകുമ്പോൾ മറ്റു പടങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറ്റൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തായിരുന്നു ആക്ടിങ്ങിൻ്റെ നമ്മുടെ ഒരു സ്കില്ല് അല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം അവിടെ നിന്ന് വേറെ തരത്തിൽ ഡെവലപ്പായി പോകുമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയില്ല സർ, അവർക്ക് അത് അത്ര മതിയായോണ്ടാണോ എനിക്ക് അത്ര ഈസി ആയി തോന്നിയെന്ന് എനിക്കറിയാം. സർ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഡീപ്പ് ആവണം, ഷാർപ്പ് ആവണം, സാറിന് അത് കിട്ടണം, വിച്ച് ഇസ് വെരി ഗുഡ്. അതും കൊണ്ട് കാരണമാണ് എനിക്ക് ബാക്കിയുള്ളതൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്ന വെച്ചാൽ പിന്നെ ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ, കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഭയങ്കരമായിട്ട്. പക്ഷെ അതൊക്കെ എന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം പറഞ്ഞാൽ എനിക്കിഷ്ടമായി സർ, എനിക്കിഷ്ടമാണ്. അതെ, ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗായത്രിയെ എനിക്ക് തോന്നുന്നത് എനിക്ക് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ബഹുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സഹൃദയരിലേക്ക് കലാസ്നേഹികളിലേക്ക് നൽകാൻ കഴിഞ്ഞതിൽ അതിലെ ആദ്യത്തെ ക്രെഡിറ്റ് ഗായത്രിക്ക് തന്നെയാണ്. അതിൽ ഗായത്രിയുടെ ഞാൻ വർക്ക് ചെയ്തതിൽ ഓരോന്നും എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഗായത്രി ഞാൻ ഓരോ ഡീപ്പായിട്ട് ഗായത്രിയുടെ രൂപത്തെ, ഗായത്രിയുടെ ബ്യൂട്ടിയെ, പ്രകൃതിയെ ഒക്കെ ആയിട്ട് ചേർത്ത് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പടത്തിനകത്ത് തന്നെ മറ്റു പല ഘടകങ്ങളുണ്ടെങ്കിലും പടം കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ നിൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ എല്ലാ സാധ്യതകളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഴുക്കിൽ കിടത്തിയിട്ടുണ്ട്, ഒരു പോരാളിയാക്കിയിട്ടുണ്ട്, തോക്കെടുത്ത് തന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അതിലൊരു വില്ലനായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി നിൽക്കുന്ന ഒരു പട്ടാളക്കാരനായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിനക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടുപേരെയും കൈപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രൊട്ടക്റ്റഡോടുകൂടി നോക്കി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗായത്രിക്ക് അവിടെ ഞാൻ തന്നൊരു എനർജിയും പവറും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ആ സീനിൽ എന്തായിരുന്നു അത്രയും പവർഫുള്ളായിട്ട് ചെയ്യാൻ തോന്നി. എൻ്റെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പോലും ഭയങ്കര പവർ എടുത്താൽ നിങ്ങളുടെ
ഭയങ്കര ഇന്ററാക്ട് ചെയ്ത് ഇപ്പൊ ചെയ്തു ഇനി സർ ആ ഡയലോഗ് പറഞ്ഞു ഇതാണ് നമ്മുടെ അവസരം, ഇനി നമുക്ക് അവസരം അതന്നെയാണ് അതിന്റെ വെച്ച് ചെയ്തോളാൻ പറഞ്ഞു, വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതെ അങ്ങോട്ട് എന്തായാലും കുഴപ്പമില്ല അങ്ങോട്ട് വിട്ട് ഞാൻ അങ്ങനെയായിരുന്നു സർ. പിന്നെ എന്റെ കുസൃതി ചോദ്യങ്ങളാട്ടോ ഇതൊക്കെ. ബദലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങൾ ചെയ്തത് സൈനയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കുസൃതി ചോദ്യം കേട്ടോ, ചിലപ്പോൾ എൻ്റെ ഒരു അത് ഞാൻ അങ്ങനെ അഡ്വഞ്ചറർ ഇൻ മീ അറിയിച്ചത് സൈനയാണ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എന്റെ എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടം. തീർച്ചയായിട്ടും അല്ല ഞാൻ എനിക്കിതുണ്ടാവുമല്ലോ. പക്ഷെ സൈന എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സംസാരിക്കപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അതെ അങ്ങനെ തന്നെ അതുപോലെ എല്ലാ ഘടകങ്ങളും ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇനിയും ഗായത്രി ബദലിന് ശേഷം ഇനിയും നല്ല ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യട്ടെ. ഇനിയൊരു ബദലിന് ശേഷം സാറിന് ഒരുപാട് ഉറപ്പാവല്ലോ. നമ്മൾ രണ്ടുപേരും നിൽക്കണം, രണ്ടുപേരും രണ്ട് വഴികളിൽ നിന്ന് വന്ന എനിക്ക് തോന്നുന്ന സമാന ചിന്തയുള്ള രണ്ട് എക്സ്ട്രീമിസ്റ്റുകളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന രണ്ടുപേരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലതരത്തിൽ കുറച്ച് ഫ്രീഡം അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പലതരത്തിൽ ഫൈറ്റിംഗ് മൂഡ് എല്ലാ കാര്യങ്ങളും ഉള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇനിയുള്ള യാത്രയിൽ ബദലൊരു കരുത്താകട്ടെ. അങ്ങനെയാവട്ടെ. ഇനിയിപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല സർ. അപ്പോൾ ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആകാലോ. നമുക്കൊരു കെമിസ്ട്രി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയൊക്കെ തന്നെ ആയിരിക്കും ഇനി പടത്തിലും. ഇപ്പോൾ സംഘടനയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്, ഞാൻ പോസ്റ്റൊക്കെ കഴിച്ചു തന്നിരുന്നു. അത് വേറെ പാറ്റേണിലാണ്. അതിനുശേഷം ഞാൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ആസാദിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആസാദി അത് നിന്നെ വെച്ച് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അത് ആ സമയത്ത് സമയത്ത് അത് നടക്കും. അത് വേറൊരു തലത്തിലൊരു സാധനമാണ്. ഒരു മുസ്ലിം ഗേള് അങ്ങനെയാണ്. അപ്പം ഞാൻ എന്നെ ഇവിടെ വെച്ച് പിടിക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ചെക്ക്. അപ്പോൾ അങ്ങനെയാണ് അല്ല സാർ, ഞാൻ കഴിഞ്ഞിട്ട് ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ സാറിന് എന്താ തോന്നണം? എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു അങ്ങനത്തെ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ അങ്ങനത്തെ ഒരു പ്രതീക്ഷകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിജയലഹരിയുടെയോ അങ്ങനത്തെ ഒന്നും ഒരാളല്ലെന്ന് എനിക്കറിയാം. എനിക്ക് എന്നിൽ കാലം ഏൽപ്പിച്ച ഒരു കാര്യം, ഒരു കണ്ണുനീര്. ആ കണ്ണുനീര് ഞാൻ കൂടി ബന്ധപ്പെട്ടതാണ്. അത് ഞാനല്ലാതെ വേറെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധമാണ് ഞാൻ നയിക്കുന്നത്. അത് പിന്നെ നമ്മളിപ്പോൾ ഒരു ചിത്രം വരച്ച് കഴിയുമ്പോൾ ആ ചിത്രം ക്യാൻവാസിൽ വരച്ച് ക്ലിയറായിട്ട് നമ്മളൊരു എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളത് ആ കലാകാരൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പുറത്തേക്ക് വയ്ക്കുക എന്നുള്ളതല്ല. ഇത് നിങ്ങളതെന്തുകൊണ്ട് എടുത്ത് വെച്ചില്ല, ഞാൻ വരച്ചിട്ടുണ്ട്, ഞാൻ പോയി എന്ന് പറയുന്നതല്ല. ആ വരച്ച ചിത്രം കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യും, കൃത്യമായ ആളുകൾ വന്ന് ആളുകളത് കാണുക, പോവുക, വിലയിരുത്തുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ വാൻ ഗോഗൊക്കെ പറയുന്ന പോലെ ഞാൻ വരച്ച ചിത്രം എന്ന് പറയുന്നത് എൻ്റേതാണല്ലോ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അന്നൊരിക്കൽ ഞാൻ മനസ്സിൽ കണ്ട ആ കാഴ്ച ഞാൻ തിയേറ്ററിലിരുന്ന് നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ല, ഷേണാസിലിരുന്ന് ഞാനത് കണ്ടു. എൻ്റെ സ്വാഭാവികമായൊരു മനുഷ്യജീവിക്കുള്ള പോലെ തന്നെ ഞാൻ കരയുകയും ഇരിക്കുകയും അന്ന് വൈകിട്ട് കള്ളു കുടിക്കുകയും ഭ്രാന്ത് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. ജനകീയമായ അടിത്തറയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ബദൽ നമ്മൾ പോയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ അത് ഏറ്റെടുക്കും. പിന്നെ തിയേറ്ററിലെത്തുന്നു എന്നത് എൻ്റെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിൽ ഗായത്രി കൂടെയുള്ള എൻ്റെ പിന്നെ ഗായത്രി, ബിജുപാൽ, എക്സ്പെഷ്യലി എല്ലാവരും, നമ്മുടെ ഋജി പ്രസാദ്, അങ്ങനെ എല്ലാവരും അതിലെനിക്ക് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു മൊമെൻറ്റിൽ എനിക്കിങ്ങനെ ഗായത്രിയോട് ഇരിക്കാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയൊരു തുടക്കത്തിൽ തന്നെ എത്തുകയാണ് ഏറ്റവും വലിയൊരു മൊമെൻ്റാണ്. എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതിൻ്റെ പേരിൽ എനിക്ക് ഇത്രയധികം പോകേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ ബദൽ പോയ ഒരു പോക്കിൽ എനിക്ക് ഗായത്രിയെ പോലെ ഒരാൾ അതിനകത്ത് വന്നതിലുള്ള എൻ്റെ ഒരു വൈകാരികമായൊരു സംഭവം കൂടി ഞാനിപ്പോൾ നിന്നോട് പറയുകയാണ്. അത് വേറെ ഒരു സംശയവും എന്നിട്ടില്ല. അങ്ങനെ നിന്ന് തന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരാളെ കിട്ടി, അത്ര ആ ഒരു ഓരോ പിടുത്തത്തിലും എനിക്കങ്ങനെ കിട്ടിയതുകൊണ്ടാണ് നീ അങ്ങ് നിന്ന് തന്നതുകൊണ്ടാണ്
അത് ചെയ്യാൻ പറ്റിയും. ഇങ്ങനെയല്ല എൻ്റെ കാര്യങ്ങൾ. അതെ ഞാൻ ഐ വാസ് ലിസണിങ് ടു യു. പിന്നെ ഞാൻ ഒരു കാര്യം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിച്ചു, കാനന സന്ധ്യകൾ. അല്ല വേണ്ടാന്ന് വെച്ച് ഞാനല്ല, പക്ഷെ ഞാൻ പാടിപ്പിച്ചു. അല്ല അതെ പാട്ട് കാനന സന്ധ്യകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് എനിക്ക് ആ പാട്ട്. കേക്കട്ടെ. ഇല്ലല്ലേ, ഞാൻ രണ്ടുപേരും പാടാം. കാനന സന്ധ്യകൾ മലയുടെ മടിയിൽ മഴവിൽ പീലി കുടഞ്ഞു, അകലെ പറന്നു പറന്നു ചെല്ലാൻ കുനിഞ്ഞു പീലി പെറുക്കാൻ, നീലപ്പൂങ്കുരുവി. നീ നന്നായിട്ട് പാടിയത്, പക്ഷെ അതിൻ്റെ പിന്നെ സിത്താരയാണ് അത് പാടിയത്. അല്ല വളരെ നല്ല തീരുമാനം. അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ആ ഓരോ കാര്യത്തിനനുസരിച്ച് അത് നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ ഈ ഇരിപ്പിനൊരു കാര്യമുണ്ട്, ആ കാര്യത്തിനനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ജഡ്ജ്മെൻ്റാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു കാര്യം ആ കാര്യമായി നടക്കണം, അല്ലേ? ആ കാര്യമായി നടക്കണം. അതല്ലാതെ അതിൻ്റെ വേറെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വരുമ്പോൾ അതാവില്ല. അതാണ് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. എൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നതാണ്. അപ്പോഴാണ് നമുക്കൊരു ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ഒരു സ്പേസോ ഒരു ടാലൻറ്റോ ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഗായത്രി അത് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിൽ രണ്ടാമതൊരു ഓപ്ഷൻ നമ്മൾ വെച്ചാൽ പോലും അത് സെറ്റാവില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് ഇനി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയായി നിന്നുകൊണ്ട് പ്രേക്ഷകരോട് അല്ലെങ്കിൽ സമൂഹത്തോട് ഗായത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക്. സാറിന്റെ അതേ തോട്ടാണ് എനിക്കും. അതായത് തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്, ബാക്കിയൊക്കെ സെക്കൻഡറി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കാണുമ്പോൾ ആ വിഷ്വൽ, ആ പാട്ട്, നമ്മൾ പോയിട്ടുള്ളതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇറ്റ്സ് മൈ ഓൺ, അതെൻ്റെ മാത്രം എൻജോയ്മെൻ്റ് ആണ്. ആൻഡ് ഐ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു യു സർ. ആൻഡ് നമ്മുടെ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ എല്ലാ തരത്തിലും. അത് തന്നെയാണ് എനിക്കും അതിനുള്ള കാരണം. എനിക്ക് ഒരു ഫിമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കലാപരമായ ഇടപെടലുകൾ, രാഷ്ട്രീയപരമായ ഇടപെടലുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഫിമെയിലുകളെ വെച്ച് ബദൽ പോലെ ഒരു കരുത്തിട്ടൊരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്. ഗായത്രി സെറ്റ്. ഓക്കെ അല്ലേ?